ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമുക്ക് കുറച്ച് ലെജൻസ് ആയിട്ടുള്ള ബൈക്കുകളുണ്ടല്ലേ. മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ബൈക്കാണ് CBZ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇതിന് CB Z എന്നാണ് പറയുന്നത്. പക്ഷെ കമ്പനി തന്നെ പറയുന്നത് CBZ എന്നാണ്. ആദ്യത്തെ 150cc 4 സ്റ്റോക്ക് 5 സ്പീഡ് ഗിയർ ബോക്സോട്ട് വന്ന ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ ഈ ഹീറോ ഹോണ്ട CBZ എന്ന് പറയുന്ന മോഡല്. ആ സമയത്ത് അത്യാവശ്യം റിച്ച് വണ്ടി തന്നെയായിരുന്നു. ഏകദേശം 68,000, 70, 75 ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്പ്ലെൻഡറിനും കാര്യങ്ങൾക്കൊക്കെ അന്ന് 10-40 രൂപയും കണ്ടൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സൂപ്പർ ബൈക്കൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ബൈക്ക് ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. നീളമുള്ള ടാങ്കും, വണ്ടിക്ക് തന്നെ ഓൾറെഡി നല്ല നീളമുണ്ട്, നീളമുള്ള ടാങ്കും വൈസറും, പിന്നെ അതിൻ്റെ സ്പ്ലിറ്റ് സീറ്റ് അല്ല, ഒറ്റ സീറ്റ് തന്നെ 2 തട്ടാടാണ്. ബാക്കിലത്തെ സീറ്റ് കുറച്ച് ഉയർന്നിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ്. പിന്നെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുറച്ച് പിന്നോട്ട് വെച്ച് കുറച്ച് സ്പോർട്ടിയായിട്ടൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു വണ്ടിയെ എല്ലാവരും അട്രാക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ സെയിൽസ് വലിയ രീതിയിൽ അങ്ങോട്ട് ഉണ്ടായില്ല. അത് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ഹോണ്ടയുടെ എഞ്ചിൻ ആണെങ്കിൽ പോലും അത്യാവശ്യം റിഫൈൻഡ് ഒന്നും അല്ലായിരുന്നു. പിന്നെ മൈലേജ് കട്ട ശോകമായിരുന്നു. ഏകദേശം ഒരു 35-40 കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് സ്പ്ലെൻഡറിൻ്റെ ഒക്കെ മൈലേജ് എന്തോരാണെന്ന് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ബൈക്ക് തന്നെയായിരുന്നു. ഏകദേശം 120 ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒന്നും കൂടെ ഒന്ന് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 125 വരെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 0 to 60 ഒക്കെ ആണെങ്കിൽ വെറും 5 സെക്കൻഡ് മതി. അപ്പോൾ അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ളൊരു ബൈക്കായിരുന്നു അന്തകാലത്തിലെ. പിന്നെ ഓരോ ബൈക്കിൻ്റെ എഞ്ചിനും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി കാണും. അതുപോലെ നമ്മുടെ CBZയുടെ എഞ്ചിൻ്റെ ടെക്നോളജിയാണ് ട്രാൻസിയൻറ്റ് പവർ ഫ്യൂവൽ കൺട്രോൾ സിസ്റ്റം, TPFC. ഇത് മാനുവലാണ്. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മാനുവലായിട്ട്. ഇത് അതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അത്രയ്ക്ക് എന്താ പറയുക, വണ്ടി ഇങ്ങനെ ചാടി ചാടി നിൽക്കുമെന്ന് പറയും. ത്രോട്ടിൽ കൊടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ കൊടുക്കും തോറും പവർ ഇങ്ങനെ കയറി കയറി വരും, നമുക്ക് ഫീല് ചെയ്യും. അതാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം മൈലേജ് ഷോർട്ട് ആവുന്നത് എനിക്ക് തോന്നുന്നു. കാരണം കൈ കൊടുക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അത് അത്രയും ബേണായി പോവല്ലേ. അപ്പോൾ അത്രത്തോളം പവർ കിട്ടുമ്പോൾ അത്രത്തോളം ഫ്യൂൽ കയറി പോകുമ്പം പെട്ടെന്ന് മൈലേജ് ഷോർട്ട് ആവാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം, ആ ഒരു ടെക്നോളജി മൂലമായിരിക്കണം. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, പവർ കൂടുമ്പോൾ മൈലേജ് കുറയുമല്ലോ, അത് തന്നെ സംഭവം. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു വണ്ടി സെയിലിനുണ്ടായിരിക്കുന്ന സമയത്ത് പുല്ല് വിലയായിരിക്കും. പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ആയി കഴിയുമ്പം അതിനെ ഓർത്ത് നൊമ്പരപ്പെടുന്ന ഒരുപാട് ഫാൻസുകാരുണ്ടാവും. ഒട്ടുമിക്ക ബൈക്കും അതേപോലെ തന്നെയാണ്. മുൻപന്തിയിൽ നമ്മുടെ CBZ ഉണ്ട്.